ഓം ശാന്തി. 20/12/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സദ്ഗുരു വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം വളരെ വളരെ റോയൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ചോദ്യം: ഡ്രാമയുടെ ഏതൊരു പ്ലാൻ തയ്യാറാക്കപ്പെട്ടതാണ്, അതിനാൽ ആരെയും ദോഷം പറയുവാൻ സാധിക്കില്ല. ഉത്തരം: ഡ്രാമയിൽ ഈ പഴയ ലോകത്തിൻ്റെ വിനാശത്തിൻ്റെ പ്ലാൻ തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിൽ ആരുടെയും ദോഷമില്ല. ഈ സമയം ഇതിൻ്റെ വിനാശത്തിന് വേണ്ടി പ്രകൃതിക്ക് ശക്തമായി കോപം വന്നിരിക്കുന്നു. 4 ഭാഗത്തും എർത്ത്ക്വേക്ക്, അതായത് ഭൂകമ്പമുണ്ടാകും, കെട്ടിടങ്ങൾ നിലം പതിക്കും, ഫ്ലഡ് വരും, ക്ഷാമമുണ്ടാകും. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ഈ പഴയ ലോകത്തോട് നിങ്ങൾ തൻ്റെ ബുദ്ധിയോഗം മാറ്റൂ. സദ്ഗുരുവിൻ്റെ ശ്രീമത്തനുസരിച്ച് നടക്കൂ. ജീവിച്ചിരിക്കെ ദേഹത്തിൻ്റെ ബോധം ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ഗീതം: നമുക്ക് ആ വഴികളിലൂടെ നടക്കണം. ഓം ശാന്തി. ഏത് വഴികളിലൂടെയാണ് നടക്കേണ്ടത്? ഗുരുവിൻ്റെ വഴിയിലൂടെ നടക്കണം. ഇത് ഏത് ഗുരുവാണ്? എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും മനുഷ്യരുടെ മുഖത്തിൽ നിന്നും ആഹാ ഗുരു എന്ന് വരുന്നു. ഗുരുക്കന്മാർ അനേകമുണ്ട്. ആഹാ ഗുരു എന്നാരെ പറയും? ആരുടെ മഹിമ പാടും? സദ്ഗുരു ഒരേ ഒരു ബാബയാണ്. ഭക്തി മാർഗത്തിൽ അനേകം ഗുരുക്കന്മാരുണ്ട്. ചിലർ ഒരാളുടെ മഹിമ ചെയ്യുന്നു, ചിലർ മറ്റൊരാളുടെ മഹിമ ചെയ്യുന്നു. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്, സത്യമായ സദ്ഗുരു ആ ഒന്നാണ്. ആ ഒന്നിൻ്റേത് തന്നെയാണ് ആഹാ ആഹാ എന്ന് മാനിക്കപ്പെടുന്നത്. സത്യമായ സദ്ഗുരുവുണ്ട്. അപ്പോൾ തീർച്ചയായും അസത്യമായതും ഉണ്ടാകും. സത്യമായിരിക്കുന്നത് സംഗമത്തിലാണ്. ഭക്തി മാർഗത്തിലും സത്യത്തിൻ്റെ മഹിമ പാടുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബ തന്നെയാണ് സത്യമായത്. ആ ഒന്ന് തന്നെയാണ് ലിബറേറ്ററും ഗൈഡും ആകുന്നത്. ഇക്കാലത്ത് ഗുരുക്കന്മാരാണെങ്കിൽ ഗംഗാ സ്നാനത്തിനും തീർത്ഥയാത്രകൾക്കും കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗൈഡാകുന്നു. ഈ സദ്ഗുരുവാണെങ്കിൽ അങ്ങനെയല്ല. ഈ ഒന്നിനെ എല്ലാവരും ഹേ പതീത പാവന വരൂ എന്ന് ഓർമ്മിക്കുന്നു. പതീത പാവനൻ എന്ന സദ്ഗുരുവിനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്നിനാണ് പാവനമാക്കുവാൻ സാധിക്കുന്നത്. ആ ഗുരുക്കന്മാർക്കാകട്ടെ പാവനമാക്കുവാൻ സാധിക്കില്ല. അവരാരും എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. ഗീതയും പഠിക്കുന്നു, പക്ഷേ അർത്ഥത്തിൻ്റെ അറിവ് തീർത്തും ഇല്ല. അഥവാ സദ്ഗുരു ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സ്വയം ഗുരുവാണ് എന്ന് പറയുമായിരുന്നില്ല. ഡ്രാമ അനുസരിച്ച് ഭക്തി മാർഗത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേറെയാണ്. അതിൽ അനേകം ഗുരുക്കന്മാരും അനേകം ഭക്തരുമുണ്ട്. ഇതാണെങ്കിൽ ഒന്ന് തന്നെയാണുള്ളത്. പിന്നെ ഈ ദേവി ദേവന്മാർ ആദ്യ നമ്പറിൽ വരുന്നു. ഇപ്പോൾ ലാസ്റ്റിലാണ്. ബാബ വന്ന് ഇവർക്ക് സത്യയുഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. മറ്റെല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി തിരികെ പോകേണ്ടതുണ്ട്. അതിനാൽ സർവരുടെയും സദ്ഗതിദാതാവ് എന്ന് ഒന്നിനെയാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കൽപ്പകൽപ്പങ്ങളിൽ സംഗമത്തിൽ തന്നെയാണ് ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത്. നിങ്ങൾ പുരുഷോത്തമനാകുന്നു. ബാക്കി മറ്റൊരു കാര്യവും ചെയ്യുന്നില്ല. ഗതി സദ്ഗതി ദാതാവ് ഒന്നാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഈ ബാബയുടെ തന്നെ മഹിമയാണ്. ഗതിയും സദ്ഗതിയും സംഗമത്തിൽ തന്നെയാണ് ലഭിക്കുന്നത്.
സത്യയുഗത്തിലാണെങ്കിൽ ഒരു ധർമ്മമാണ്. ഇതും വിവേകത്തിന്റെ കാര്യമാണല്ലോ. എന്നാൽ ഈ ബുദ്ധി ആര് നൽകും? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ തന്നെയാണ് വന്ന് യുക്തി പറഞ്ഞു തരുന്നത്. ശ്രീമദ് നൽകുന്നത് ആർക്കാണ്? ആത്മാക്കൾക്ക്. ആ ഒന്ന് അച്ഛനുമാണ്, സദ്ഗുരുവുമാണ്, ടീച്ചറുമാണ്. ജ്ഞാനം പഠിപ്പിക്കുന്നുവല്ലോ. ബാക്കി എല്ലാ ഗുരുക്കന്മാരും ഭക്തിയാണ് പഠിപ്പിക്കുന്നത്. ബാബയുടെ ജ്ഞാനത്തിലൂടെ നിങ്ങളുടെ സദ്ഗതി ഉണ്ടാകുന്നു. പിന്നെ ഈ പഴയ ലോകത്ത് നിന്നും പോകുന്നു. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസവുമാണ്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇപ്പോൾ നിങ്ങളുടെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. ഇപ്പോൾ ഈ ലോകം സമാപ്തമാകേണ്ടതുണ്ട്. ആരെങ്കിലും രോഗാവസ്ഥയിൽ സീരിയസ് ആകുന്നു എങ്കിൽ പറയും, ഇപ്പോൾ ഇയാൾ പോവുകയാണ്. അയാളെ എന്തോർമ്മിക്കുവാനാണ്? ശരീരം സമാപ്തമാകും. ബാക്കി ആത്മാവ് പോയി മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. പ്രതീക്ഷയറ്റുപോകുന്നു. ബംഗാളിലും പ്രതീക്ഷയില്ല എന്ന് കാണുമ്പോൾ ഗംഗയിൽ പോയി മുക്കി താഴ്ത്തുന്നു, പ്രാണൻ പോകുന്നതിന് വേണ്ടി. മൂർത്തികളെയും പൂജ ചെയ്ത ശേഷം മുങ്ങിപ്പോകൂ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ മുഴുവൻ പഴയ ലോകവും മുങ്ങിപ്പോകേണ്ടതുണ്ട്. വെള്ളപ്പൊക്കം ഉണ്ടാകും, തീ പിടിക്കും, മനുഷ്യർ വിശന്ന് മരിക്കും. ഈ എല്ലാ അവസ്ഥകളും ഉണ്ടാകേണ്ടതുണ്ട്. എർത്ത്ക്വേക്കിൽ കെട്ടിടങ്ങളും മറ്റും നിലം പതിക്കും. ഈ സമയം പ്രകൃതിക്ക് കോപം വരുന്നു. അപ്പോൾ എല്ലാത്തിനെയും ഇല്ലാതാക്കും. ഈ എല്ലാ അവസ്ഥകളും മുഴുവൻ ലോകത്തിലും വരേണ്ടതുണ്ട്. അനേകം പ്രകാരത്തിലുള്ള മൃത്യു വന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകളിലും വിഷം നിറച്ചിരിക്കുന്നു. അല്പം ഗന്ധം വരുമ്പോൾ തന്നെ ബോധക്കേടുണ്ടാകുന്നു. എന്തെല്ലാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കുട്ടികളായ നിങ്ങൾക്കറിയാം. ഇതെല്ലാം ആരാണ് ചെയ്യിക്കുന്നത്? ബാബ ചെയ്യിക്കുകയില്ല. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ആരിലും ദോഷം ആരോപിക്കുകയില്ല. ഡ്രാമയുടെ പ്ലാൻ തയ്യാറാക്കപ്പെട്ടതാണ്. പഴയ ലോകം തന്നെ വീണ്ടും തീർച്ചയായും പുതിയതാകും. നാച്ചുറൽ കലാമിറ്റീസ് വരും. വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഈ പഴയ ലോകത്ത് നിന്നും ബുദ്ധിയുടെ യോഗം മാറ്റണം. ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും, ആഹാ സദ്ഗുരു, ആഹാ. ആ ഒന്ന് നമുക്ക് ഈ വഴി പറഞ്ഞു തന്നിരിക്കുന്നു. കുട്ടികൾക്കും മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിന്റെ നിന്ദ ഉണ്ടാകും വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്താതിരിക്കൂ. നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കെ മരിക്കുന്നു. ദേഹത്തെ ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മാവായി ബാബയെ ഓർമ്മിക്കണം. ആഹാ സദ്ഗുരു, ആഹാ എന്ന് വളരെ നന്നായി പറയുന്നു. ആഹാ ആഹാ എന്നത് പാരലൗകിക സദ്ഗുരുവിൻ്റേത് തന്നെയാണ് ഉണ്ടാകുന്നത്. ലൗകിക ഗുരുക്കന്മാരാണെങ്കിൽ അനേകമുണ്ട്. സദ്ഗുരുവാണെങ്കിൽ ഒന്ന് തന്നെയാണ് സത്യം സത്യമായത്. ആ ഒന്നിന്റെ നാമം തന്നെയാണ് പിന്നീട് ഭക്തിമാർഗത്തിലും തുടർന്നു വരുന്നത്. മുഴുവൻ സൃഷ്ടിയുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. പുതിയ സൃഷ്ടിയുടെ സ്ഥാപന എങ്ങനെ നടക്കുന്നു ഇതും ആർക്കും അറിയില്ല. പ്രളയം ഉണ്ടായതായും പിന്നെ ആ ലീലയിൽ ശ്രീകൃഷ്ണൻ വന്നുവെന്നും ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ലീലയിൽ എങ്ങനെ വരുവാനാണ്. കൃഷ്ണന്റെ മഹിമ ചെയ്യുന്നതിലൂടെ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കയറുന്ന കലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുന്നു. നിന്റെ കൃപയിലൂടെ കയറുന്ന കലയും സർവരുടെ നന്മയും എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ ആത്മീയ പിതാവ് ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. 84 ജന്മങ്ങളും ആത്മാവാണ് എടുത്തത്. ഓരോ ജന്മത്തിലും
നാമവും രൂപവും മറ്റൊന്നാകുന്നു. ഇന്നയാൾ 84 ജന്മങ്ങൾ എടുത്തു എന്ന് പറയുകയില്ല. അങ്ങനെയല്ല. ആത്മാവാണ് 84 ജന്മങ്ങൾ എടുത്തത്. ശരീരം മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. മുഴുവൻ നോളജും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആര് വന്നാലും അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആദിയിൽ ഉണ്ടായിരുന്നത് ദേവീദേവന്മാരുടെ രാജ്യമാണ്. പിന്നെ മധ്യത്തിൽ രാവണ രാജ്യമുണ്ടായി. പടികൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. സത്യയുഗത്തിൽ സതോ പ്രധാനം എന്ന് പറയും. പിന്നെ സതോ രജോ തമോയിലേക്ക് ഇറങ്ങുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലർ പറയുന്നു ബാബയ്ക്ക് നമ്മളെ 84ന്റെ ചക്രത്തിൽ കൊണ്ടുവരേണ്ട എന്താവശ്യമായിരുന്നു എന്ന്. പക്ഷേ ഈ സൃഷ്ടി ചക്രം അനാദിയായി തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിന്റെ ആദി മധ്യ അന്ത്യത്തെ അറിയണം. മനുഷ്യനായിട്ട് അഥവാ അറിയുന്നില്ല എങ്കിൽ അവർ നാസ്തികരാണ്. അറിയുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്. ഈ പഠനം എത്ര ഉയർന്നതാണ്. വലിയ പരീക്ഷ പാസ്സാകുന്നവർക്ക് മനസ്സിൽ സന്തോഷമുണ്ടായിരിക്കുന്നുവല്ലോ, നമ്മൾ വലുതിലും വലിയ പദവി നേടും എന്ന്. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണൻ തൻ്റെ പൂർവജന്മത്തിൽ പഠിച്ച് പിന്നെ മനുഷ്യനിൽ നിന്നും ദേവതയായതാണ്. ഈ പഠനത്തിലൂടെ ഈ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. പഠനത്തിലൂടെ എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്. വണ്ടറാണല്ലോ. ഇത്രയും വലുതിലും വലിയ ക്ഷേത്രം നിർമ്മിക്കുന്നു. സത്യയുഗത്തിന്റെ ആദിയിൽ ഇവർ ജന്മമെടുത്തത് എങ്ങനെയാണ് എന്ന് അഥവാ വലിയ വലിയ വിദ്വാൻമാരോട് മറ്റോ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇത് ഗീതയിൽ പറയുന്ന രാജയോഗമാണ്. ഗീത പഠിച്ചു വന്നു, പക്ഷേ അതിലൂടെ നേട്ടമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളെ ബാബ ഇരുന്ന് കേൾപ്പിക്കുന്നു. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ അങ്ങുമായി 5000 വർഷം മുമ്പും കണ്ടുമുട്ടിയിരുന്നു. എന്തിനു വേണ്ടിയാണ് കണ്ടുമുട്ടിയിരുന്നത്? സ്വർഗത്തിന്റെ സമ്പത്ത് നേടാൻ, ലക്ഷ്മി നാരായണൻ ആകുന്നതിനു വേണ്ടി. ചെറിയവരോ മുതിർന്നവരോ വൃദ്ധരോ തുടങ്ങി ആര് തന്നെ വന്നാലും ഇത് തീർച്ചയായും പഠിച്ചിട്ടാണ് വരുന്നത്. എയിം ഓബ്ജക്റ്റ് തന്നെ ഇതാണ്. സത്യനാരായണന്റെ സത്യമായ കഥയാണല്ലോ. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നു. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ആരാണോ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് അവർക്ക് ആന്തരിക സന്തോഷം ഉണ്ടായിരിക്കും. ബാബ ചോദിക്കും, രാജപദവി നേടുന്നതിനുള്ള ധൈര്യമുണ്ടല്ലോ? പറയുന്നു, ബാബ, എന്തുകൊണ്ടില്ല? നമ്മൾ പഠിക്കുന്നത് തന്നെ നരനിൽ നിന്നും നാരായണനാകുവാനാണ്. ഇത്രയും സമയം നമ്മൾ സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാബ നമുക്ക് റൈറ്റിയസ് ആയ വഴി പറഞ്ഞു തന്നിരിക്കുന്നു. ദേഹി അഭിമാനി ആകുന്നതിൽ പ്രയത്നമുണ്ടാകുന്നു. ഓരോ നിമിഷവും തൻ്റെ നാമരൂപത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ബാബ പറയുന്നു, ഈ നാമരൂപത്തിൽ നിന്നും വേറിട്ടവരാകണം. ആത്മാവ് എന്നതും നാമമാണല്ലോ. ബാബയാണ് സുപ്രീം പരംപിത. ലൗകിക പിതാവിനെ പരംപിത എന്ന് പറയുകയില്ല. പരമം എന്ന വാക്ക് ഒരേ ഒരു ബാബയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ആഹാ ഗുരു എന്നും ഈ ഒന്നിനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സിഖുകാരെയും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഗ്രന്ഥ സാഹിബിൽ പൂർണ്ണമായും വർണ്ണനയുണ്ട്. എത്രത്തോളമാണോ ഗ്രന്ഥത്തിലുള്ളത്, ജപ സാഹിബ് സുഖമണിയിലുള്ളത്, അത്രയും വർണ്ണന മറ്റൊരു ശാസ്ത്രത്തിലുമില്ല. ഉയർന്ന വാക്കുകൾ ഇവ രണ്ടെണ്ണമാണ്. ബാബ പറയുന്നു, സാഹിബിനെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സുഖം ലഭിക്കും. ഇതിൽ കുഴങ്ങി പോകേണ്ട കാര്യമേ ഇല്ല. ബാബ വളരെ സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. എത്ര ഹിന്ദുക്കൾ ട്രാൻസ്ഫറായി
സിഖുകാർ ആയിരിക്കുന്നു. നിങ്ങൾ മനുഷ്യർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി എത്ര ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നു. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നിങ്ങൾ ആത്മാവാണ്, പിന്നെ ഭിന്ന ഭിന്ന ധർമ്മങ്ങളിൽ വന്നിരിക്കുന്നു. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ക്രൈസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് മറ്റാർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. പുതിയ ആത്മാവിന് കർമ്മഭോഗം ഉണ്ടാവുക അസാധ്യമാണ്. ക്രൈസ്റ്റിന്റെ ആത്മാവ് ശിക്ഷ അനുഭവിക്കുവാനായി ഒരു വികർമ്മവും ചെയ്തിട്ടില്ല. അതാണെങ്കിൽ സദോ പ്രധാന ആത്മാവാണ് വരുന്നത്. ആരിലാണോ വന്ന് പ്രവേശിക്കുന്നത് ആ ആളെയാണ് കുരിശിലേറ്റുന്നത്, ക്രൈസ്റ്റിനെ അല്ല. ക്രൈസ്റ്റ് പോയി രണ്ടാമത്തെ ജന്മമെടുത്ത് വലിയ പദവി നേടുന്നു. പോപ്പിന്റെയും ചിത്രമുണ്ട്. ഈ സമയം ഈ മുഴുവൻ ലോകവും തീർത്തും വർത്ത് നോട്ട് പെന്നിയാണ്. അതായത് ചില്ലിക്കാശിന് വിലയില്ലാത്തതാണ്. നിങ്ങളും ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ വർത്ത് പൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് മൂല്യമുള്ളവർ ആയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ അവകാശികൾ അവസാനം അത് അനുഭവിക്കുകയല്ല ചെയ്യുന്നത്. ഒന്നും തന്നെ ഉണ്ടാകില്ല. നിങ്ങൾ തൻ്റെ കൈകൾ നിറച്ചു കൊണ്ടുപോകുന്നു. ബാക്കി എല്ലാവരും ഒഴിഞ്ഞ കൈയോടെ പോകും. നിങ്ങൾ നിറഞ്ഞവരാകുന്നതിന് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ വന്നുവോ അവർ തന്നെ വരും എന്നതും അറിയുന്നുണ്ട്. അല്പമെങ്കിലും കേട്ടുവെങ്കിൽ വരും. എല്ലാവർക്കും ഒരുമിച്ച് കാണുവാൻ കഴിയില്ല. നിങ്ങൾ അനേകം പ്രജകളെ ഉണ്ടാക്കുന്നു. ബാബയ്ക്ക് എല്ലാവരെയും കാണുവാൻ സാധിക്കുന്നില്ല. കുറച്ചൊക്കെ കേൾക്കുന്നതിലൂടെയും പ്രജയായി മാറുന്നു. നിങ്ങൾക്ക് എണ്ണമെടുക്കാൻ പോലും കഴിയില്ല. കുട്ടികളായ നിങ്ങൾ സർവീസിലാണ്. ബാബയും സർവീസിലാണ്. ബാബയ്ക്ക് സർവീസ് ഇല്ലാതെ ഇരിക്കുവാൻ സാധിക്കില്ല. ദിവസവും രാവിലെ സർവീസ് ചെയ്യുന്നതിനായി വരുന്നു. സത്സംഗവും മറ്റും രാവിലെയാണ് നടത്തുന്നത്. ആ സമയത്ത് എല്ലാവർക്കും ഒഴിവു സമയം ഉണ്ടായിരിക്കും. ബാബു പറയുന്നു, കുട്ടികളായ നിങ്ങൾ വീട്ടിൽ നിന്നും രാവിലെ വളരെ നേരത്തും വരരുത്, രാത്രിയിലും വരാൻ പാടില്ല. കാരണം ദിനം പ്രതിദിനം ലോകം വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. അതിനാൽ തെരുവുകൾ തോറും സെന്റർ ഇങ്ങനെ സമീപത്ത് ഉണ്ടാകേണ്ടതാണ്. വീട്ടിൽ നിന്നും ഇറങ്ങുകയും സെന്ററിൽ എത്തിച്ചേരുകയും വേണം. സഹജമാകണം. നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ രാജധാനി സ്ഥാപിതമാകും. ബാബ വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് രാജയോഗത്തിലൂടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ഈ മുഴുവൻ ലോകവും ഉണ്ടായിരിക്കുകയില്ല. പ്രജകളാണെങ്കിൽ എത്ര അനേകം തയ്യാറാകുന്നു. മാലയും ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമായും ആരാണോ വളരെ പേരുടെ സർവീസ് ചെയ്ത് തനിക്ക് സമാനമാക്കി മാറ്റുന്നത് അവരാണ് മാലയിലെ മുത്താകുന്നത്. ലോകത്തുള്ളവർ മാല തിരിക്കുന്നു, പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. വളരെയധികം ഗുരുക്കന്മാർ മാല തിരിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നു. ബുദ്ധി അതിൽ മുഴുകിയിരിക്കുന്നതിന് വേണ്ടി. കാമം മഹാശത്രുവാണ്. ദിനം പ്രതിദിനം വളരെ കടുത്തതായിക്കൊണ്ടിരിക്കും. തമോ പ്രധാനമായി കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം വളരെ മോശമാണ്. ബാബയോട് വളരെ പേർ പറയുന്നു, നമുക്കാണെങ്കിൽ വളരെയധികം മടുപ്പുണ്ടായിരിക്കുന്നു, വേഗം സത്യയുഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. ബാബു പറയുന്നു, ക്ഷമയോടെ ഇരിക്കൂ. സ്ഥാപന ഉണ്ടാകേണ്ടതുണ്ട്. ഇത് സൽക്കാരമാണ്. ഈ സൽക്കാരം തന്നെ നിങ്ങളെ കൊണ്ടുപോകും. കുട്ടികൾക്ക് ഇതും പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മാക്കളായ നിങ്ങൾ പരംധാമത്തിൽ നിന്നും വന്നിരിക്കുന്നു. വീണ്ടും അവിടേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ പാട്ട് അഭിനയിക്കുവാനായി വരും. അപ്പോൾ പരംധാമിനെ ഓർമ്മിക്കേണ്ടി വരും. ബാബയും പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ഈ സന്ദേശം സർവർക്കും നൽകണം. മറ്റാരും
സന്ദേശവാഹകരോ മെസ്സഞ്ചറോ ഒന്നുമല്ല. അവരാണെങ്കിൽ മുക്തിധാമത്തിൽ നിന്നും താഴേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ അവർക്ക് പടികൾ താഴെ ഇറങ്ങേണ്ടതുണ്ട്. എപ്പോഴാണോ പൂർണ്ണമായും തമോ പ്രധാനമായി മാറുന്നത്, അപ്പോൾ പിന്നെ ബാബ വന്ന് സർവരെയും സദോ പ്രധാനമാക്കി മാറ്റുന്നു. നിങ്ങൾ കാരണം സർവർക്കും തിരികെ പോകേണ്ടി വരുന്നു. കാരണം നിങ്ങൾക്ക് പുതിയ ലോകം ആവശ്യമാണല്ലോ. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കുട്ടികൾക്ക് വളരെയധികം ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ ദേഹത്തിൻ്റെ നാമരൂപങ്ങളിൽ നിന്നും വേറിട്ടവരായി ദേഹി അഭിമാനിയാകണം. സദ്ഗുരുവിൻ്റെ നിന്ദയുണ്ടാകുന്ന ഒരു പെരുമാറ്റവും നടത്തരുത്. മാലയിലെ മുത്താകുന്നതിന് വേണ്ടി വളരെ പേരെ തനിക്ക് സമാനമാക്കാനുള്ള സേവനം ചെയ്യണം. നമ്മൾ രാജപദവി നേടുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആന്തരിക സന്തോഷത്തിലിരിക്കണം. ഈ പഠനം തന്നെ നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെതാണ്. വരദാനം: നിരന്തര ഓർമ്മയിലൂടെ അവിനാശി സമ്പാദ്യം ശേഖരിക്കുന്ന സർവ ഖജനാവുകളുടെയും അധികാരിയായി ഭവിക്കട്ടെ. നിരന്തര ഓർമ്മയിലൂടെ ഓരോ ചുവടിലും സമ്പാദ്യം ശേഖരിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ സുഖം, ശാന്തി, ആനന്ദം, സ്നേഹം, ഈ എല്ലാ ഖജനാവുകളുടെയും അധികാരത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും കഷ്ടതയായി അനുഭവപ്പെടുകയില്ല. സംഗമത്തിൽ ബ്രാഹ്മണർക്ക് ഒരു കഷ്ടതയും ഉണ്ടാവുക സാധ്യമല്ല. അഥവാ ഏതെങ്കിലും കഷ്ടത വരുന്നുവെങ്കിൽ പോലും ബാബയുടെ ഓർമ്മ വരുത്തുവാൻ വേണ്ടിയാണ്. ഏതുപോലെ റോസാ പുഷ്പത്തോടൊപ്പം മുള്ളുകൾ അതിൻ്റെ സുരക്ഷയ്ക്കുള്ള സാധനമായിരിക്കുന്നുവോ, അതേപോലെ ഈ പ്രയാസങ്ങൾ ഇനിയും ബാബയുടെ ഓർമ്മ വരുത്തുന്നതിന് നിമിത്തമാകുന്നു. സ്ലോഗൻ: സ്നേഹരൂപത്തിൻ്റെ അനുഭവം കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ശക്തി രൂപത്തിൻ്റെ അനുഭവം കേൾപ്പിക്കൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഇതുപോലെ സാകാരത്തിൽ, അതായത് സാകാര ബാബയിൽ കണ്ടു. ലാസ്റ്റ് കർമാതീത സ്റ്റേജിൻ്റെ പാർട്ട് കേവലം ബ്ലെസ്സിങ് നൽകുന്നതിൻ്റേതായിരുന്നു. ബാലൻസിൻ്റെയും വിശേഷത ഉണ്ടായിരുന്നു, ബ്ലെസ്സിങ്ങിൻ്റെയും അതിശയം ഉണ്ടായിരുന്നു. ഇതേപോലെ ഫോളോ ഫാദർ. സഹജവും ശക്തിശാലിയുമായ സേവനം ഇതുതന്നെയാണ്. ഇപ്പോൾ വിശേഷ ആത്മാക്കളുടെ പാർട്ടാണ് ബ്ലെസ്സിങ് നൽകുന്നതിൻ്റേത്. ഒന്നുകിൽ നയനങ്ങളിലൂടെ നൽകൂ, അല്ലെങ്കിൽ മസ്തകമണിയിലൂടെ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ ഇരിക്കവേ ശബ്ദത്തിനുപരി സ്ഥിതിയിൽ ആത്മബോധത്തിൻ്റെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മബോധത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ സ്ഥിതി സ്വതവേ തന്നെ ശാന്തിയുടെയും ശക്തിയുടെയും സുഖത്തിൻ്റെയും അനുഭവം വരുത്തുന്നു.
സങ്കല്പശക്തിയുടെ ആധാരത്തിൽ ഞാൻ ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ ലോകത്തിലെ നിവാസിയാകുന്നു. സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ഈ സൈലൻസിൻ്റെ ലോകത്തിൽ ഞാൻ സർവ കർമ്മബന്ധന മുക്തമാണ്. സർവ കർമ്മ സംബന്ധത്തിനും ഉപരിയാണ്. സർവ്വതിൽ നിന്നും വേറിട്ട ഉപരാമ സ്ഥിതിയിൽ അശരീരി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ ഉയർന്ന സ്ഥിതിയിൽ പരമാത്മാ സംഘത്തിൽ സ്വച്ഛമായ മനസ്സോടെ സ്പഷ്ടമായ ബുദ്ധിയോടെ സ്ഥിതി ചെയ്യുമ്പോൾ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന സർവ അലൗകിക ശക്തികളും വികസിതമാകുന്നു. പരമാത്മാ സ്മൃതിയിൽ ലയിച്ചു ചേരുമ്പോൾ അതിരില്ലാത്ത ആനന്ദ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു.